ഇന്ന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടും നല്ല രുചിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണിത്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം. നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 20 മീഡിയം സൈസിലുള്ള ചുവന്നുള്ളി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. കളർ മാറേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിന് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഇവയെല്ലാം കൂടി പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം. ചില്ലി ഫ്ലേക്സ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാടൻ വറ്റൽമുളകിൻ്റേതാണ്. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ വെണ്ടയ്ക്ക ഈ ഒരു സൈസിലാണ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് വൃത്തിയാക്കിയതിന് ശേഷം 250 ഗ്രാം ഉണ്ട്. മീഡിയം സൈസിലുള്ള ഒരു 20 വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ ഇത്. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം. ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റോളം കുക്ക് ചെയ്താൽ വെണ്ടയ്ക്കയിലുള്ള വഴുവഴുകളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു ടവൽ വെച്ച് വെള്ളമൊക്കെ നന്നായി തുടച്ചു കളയണം. വെള്ളത്തോടു കൂടി വെണ്ടയ്ക്ക കട്ട് ചെയ്താൽ വഴുവഴുക്കൽ കൂടുതലായിരിക്കും. ഇപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി തീ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വെണ്ടയ്ക്ക വേവിച്ചെടുക്കാം. ഇത് വെന്ത് കിട്ടാനായിട്ട് 8-10 മിനിറ്റ് സമയമെടുക്കും കേട്ടോ. ഇതുപോലുള്ള ഒത്തിരി നാടൻ കറികളുടെയും സ്നാക്സുകളുടെയും ബേക്ക്ഡ് ഐറ്റംസിൻ്റെയും നല്ല അടിപൊളി റെസിപ്പീസ് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണേ. അതുപോലെ തന്നെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ വെണ്ടയ്ക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇവ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അവസാനമായി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി, അതായത് 1/8 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കുകയാണ്. ഇനി ഇവ 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളും എന്നും ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്